കനകോലുവിൽ നിന്ന് കപ്പ് വരെ ആളുകളിലേക്ക് ആ മാജിക് വാക്കുകൾ, വോട്ടർമാരുടെ മനസ്സിലേക്കുള്ള വഴിവെട്ടി PR ഏജൻസികൾ. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന LDFിനെ കടക്കുപുറത്ത് വിളിച്ച് പുറത്താക്കുമോ UDF എന്നാണ് പുതിയ ചോദ്യം. വോട്ടർമാരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന മാജിക് വാക്കുകളുമായി സജീവമാവുകയാണ് PR പരിപാടികൾ. 100, 110, 40 മിഷനുകളുമായാണ് മുന്നണികൾ കളം നിറയാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. 10 വർഷം മുൻപ് LDF വരും, എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകത്തിൽ തുടങ്ങിയ LDF ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് LDF തുടരും, നാട് വളരുമെന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ കരുത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുത്ത് ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാട്ടി കടക്കുപുറത്താണ് UDFിന്റെ വജ്രായുധം. 2016-ൽ വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന UDF മുദ്രാവാക്യത്തെ ചെറുക്കാനാണ് ഇടതുമുന്നണി LDF വരും, എല്ലാം ശരിയാകും അവതരിപ്പിച്ചത്. 2021 എത്തിയപ്പോൾ ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് ഇടത് സർക്കാർ തുടർഭരണം ഉറപ്പിച്ചത്. നാട് നന്നാകാൻ UDF ആയിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം. 2016-ൽ BJP രംഗത്തെത്തിയത് വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്ന വാക്കുകളിൽ ഊന്നിയായിരുന്നു. മാറി ചിന്തിക്കൂ, മാറ്റത്തിനായി മുന്നേറൂ, പുതിയ കേരളത്തിനായി തുടങ്ങിയവയാണ് 2021-ൽ BJP മുന്നോട്ട് വച്ചത്. ഏതായാലും ഇത്തവണ സുനിൽ കനകോലു ടീമിന്റെ നിർദ്ദേശപ്രകാരമാണ് UDF കടക്കുപുറത്തെന്ന വാക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ നൽകിയ 4 മുദ്രാവാക്യങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അടുത്ത ആയുധം പുറത്തെടുക്കുമെന്നാണ് ഹൈബ്രിഡ് MLAയുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ ടീം വ്യക്തമാക്കുന്നത്. അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്നായിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ച പോസ്റ്ററിലെ വാക്കുകൾ. നികേഷ് കുമാറിന്റെയും ജോൺ ബ്രിട്ടാസ് MPയുടെയും നേതൃത്വത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനുള്ള സമൂഹമാധ്യമ നീക്കങ്ങൾ ശക്തമാക്കുന്നത്. അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് NDAയുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മാറാത്തത് മാറും, വികസിത കേരളം, കൂടെയുണ്ട് ഞങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു ബദൽ മുന്നോട്ട് വയ്ക്കുന്നതിന് തുല്യമാണെന്ന വിലയിരുത്തലാണ് BJP. കോൺഗ്രസ് CPM കുർവാ സംഘം എന്ന വാക്യമാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ BJP സമൂഹമാധ്യമ പ്രചാരണത്തിന് ആയുധമാക്കിയത്. അതിനിടെ കേരള കോൺഗ്രസ് ML ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് തുടരുമെന്ന വാക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF നേതാക്കളുടെ ചിത്രം ഉൾപ്പെടെ മന്ത്രി റോഷി അഗസ്റ്റിൻ സമൂഹമാധ്യമ കുറിപ്പിടുകയും റാന്നി MLA പ്രമോദ് നാരായണൻ അത് ഏറ്റുപിടിക്കുകയും ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ചരിത്രപരമായ പിളർപ്പ് തന്നെ ഒഴിവായത്.